മെയ് 26 നേരം പുലരുമ്പോൾ കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കണം. പഴയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ കാലാവധി അന്നുവരെയാണ് ഉള്ളത്. പക്ഷെ വളരെ നേരത്തെ തന്നെ ഇലക്ഷന്റെ റിസൾട്ട് വന്ന മണിക്കൂറിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിക്കത്ത് അത് ഗവർണറിന് കൈമാറിയിരുന്നു. പ്രത്യേക ദൂതൻ വഴിയായിരുന്നു ഗവർണറിന് കൈമാറിയിരുന്നത്. എന്തായാലും മെയ് 26 കേരളത്തിന് ഒരു മുഖ്യമന്ത്രി വേണം. ആ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനാണ് KPCCയിലും AICCയിലും അങ്ങ് ഡൽഹിയിലുമൊക്കെ തന്നെ കൂട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളുടെ വികാരം നോക്കുകയാണെങ്കിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകാനാണ് നീക്കം. അപ്പോൾ പന്ത് ഇപ്പോൾ ഖാർഗെയുടെ കോർട്ടിലാണെങ്കിലും മുഖ്യമന്ത്രി VD സതീശൻ അല്ലെങ്കിൽ ചില പ്രക്ഷോഭങ്ങൾ അത് KPCCയിൽ നിന്ന് തന്നെ തുടങ്ങും എന്നാണ് മലപ്പുറത്ത് നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വിലയിരുത്തൽ. ഇതാരും പൈസ കൊടുത്ത വിളിച്ചു വരുത്തിയ പ്രതിഷേധമല്ല, സ്വമേധയായി തോന്നി ഇറങ്ങിയതാണ്. അങ്ങനെ ഒടുവിൽ VD സതീശന് പോലും പറയേണ്ടി വന്നു, ആരും ഫ്ലക്സ് വെച്ചോ അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങിയോ ഒന്നും തന്നെ പ്രതിഷേധിക്കരുത്. ജനങ്ങൾ തന്ന ഈ വിജയം ടീം UDF ആയി നിന്നുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും, വളരെ സന്തോഷത്തോടു കൂടി തീരുമാനങ്ങൾ നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്ന് പറയുകയുണ്ടായി. എന്തായാലും VD സതീശൻ എന്ന പൊതുവികാരം മുഖ്യമന്ത്രിയായി മാറണം എന്നുള്ള ആവശ്യം കോൺഗ്രസ് മുഖവിലക്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇനി VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നില്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും പിണറായിസത്തിലേക്ക് തന്നെ തിരിയുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. വളരെ വേഗത്തിൽ പൊക്കി ഉയർത്തിയവരെ വളരെ പെട്ടെന്ന് തന്നെ താഴെ ഇടാൻ ജനങ്ങൾക്ക് നിമിഷങ്ങൾ മാത്രം മതി. അങ്ങനെ ഇടാൻ മടിക്കാത്ത ജനങ്ങളാണ് മലയാളികളെന്നും എല്ലാവർക്കും അറിയാം. ഏതായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ ആദ്യ പരിഗണന VD സതീശനിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ MLA-മാരുടെ പിന്തുണയുള്ള KC വേണുഗോപാലിനോട് സ്വയം പിൻവാങ്ങാൻ ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇന്ന് രാവിലെ കേരളത്തിലെ നിരീക്ഷകർ തയ്യാറാക്കിയ റിപ്പോർട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിൽ VD സതീശന് അനുകൂലമായ ജനവികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലിനൊപ്പമാണ്. ഈ വിവരം രാഹുൽ ഗാന്ധിയെ അനൌദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കളിൽ പലരും KC വേണുഗോപാൽ സ്വയം പിൻവാങ്ങണമെന്ന സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നാണ് അറിയുന്നത്. നേതാക്കളുടെ സമ്മർദ്ദത്തിന് KC വേണുഗോപാൽ വഴങ്ങുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം VD സതീശന് നൽകേണ്ടി വരും. കഴിഞ്ഞ ദിവസം നിരീക്ഷക സംഘം ഘടകകക്ഷികളുമായി നടത്തിയ ചർച്ചയിലും VD സതീശനായിരുന്നു പിന്തുണ. ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ VD സതീശനിലേക്ക് തന്നെ മുഖ്യമന്ത്രി പദം എത്തും. എന്നാൽ KC വേണുഗോപാൽ സ്വയം പിന്മാറുകയാണെങ്കിൽ അദ്ദേഹം ആര് നിർദ്ദേശിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. മാത്രമല്ല, കളിയിൽ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമം ഇങ്ങനെയായിരുന്നു: MP-മാരായിട്ടുള്ളവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നുള്ള നിയമമായിരുന്നു. എന്നാൽ എല്ലാവരും മത്സരിച്ച് വിജയിച്ച് ഒരു വൻ ഭൂരിപക്ഷം ഒക്കെ തന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ കളി നിയമം ഒരാൾക്ക് വേണ്ടി മാത്രം മാറ്റുന്നത് അതത്ര ഔചിത്യമുള്ള കാര്യവുമല്ല. 26-ന് മുഖ്യമന്ത്രി വേണമെങ്കിൽ 10-ാം തീയതിയോടുകൂടി, അതായത് നാളെയോടുകൂടി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും എന്നാണ് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ KM അടക്കമുള്ളവർ KM എന്ന് പറയുമ്പോൾ K മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്തായാലും ആ KMന്റെ വാക്കുകളൊക്കെ തന്നെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇനി രമേശ് ചെന്നിത്തലയുടെ പേര് KC നിർദ്ദേശിച്ചാൽ മുഖ്യമന്ത്രി ചർച്ച വീണ്ടും നീണ്ടേക്കും. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികളുടെ പിന്തുണ സതീശനാണ്. മറ്റ് ഘടകകക്ഷികൾക്ക് സതീശൻ അല്ലെങ്കിൽ ചെന്നിത്തല എന്നാണ് അഭിപ്രായം. സിറ്റിംഗ് MLA മുഖ്യമന്ത്രിയാവണമെന്ന കേരള കോൺഗ്രസ് പറയുന്നത്. സഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഘടകകക്ഷി നേതാക്കളും KDP നേതൃത്വവും നിരീക്ഷകരെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയായില്ലെങ്കിലും UDF ഭരണം തുടങ്ങിയെന്ന് വ്യക്തം. പുതിയ UDF സർക്കാർ അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ ഭരണസിരാ കേന്ദ്രത്തിൽ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സ്ത്രീകൾക്കുള്ള സൗജന്യ KSRTC യാത്ര ഉറപ്പാക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾക്ക് KSRTC തുടക്കം കുറിച്ചു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി പാർട്ടിയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മറികടക്കുക എന്ന തന്ത്രമാണ് UDF ഇപ്പോൾ പയറ്റുന്നത്. ഇതിന്റെ ഭാഗമായി KSRTC ബസ്സുകളിൽ ശനിയാഴ്ച മുതൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം നടപ്പിലാക്കാൻ ഉത്തരവിട്ടു. പുതിയ പരിഷ്കാരം അനുസരിച്ച് കണ്ടക്ടർമാർ ഇലക്ട്രോണിക് ടിക്കറ്റിന് മെഷീനുകൾ വഴി ടിക്കറ്റ് നൽകുമ്പോൾ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ എത്ര സ്ത്രീകൾ KSRTCയെ ആശ്രയിക്കുന്നുവെന്ന കൃത്യമായ കണക്ക് എടുക്കാനാണ് ഈ നീക്കം. EDM സോഫ്റ്റ്വെയറിൽ ഇതിനാവശ്യമായ മാറ്റങ്ങൾ IT വിഭാഗം വരുത്തി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 6 പ്രധാന വാഗ്ദാനങ്ങളാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്നറിയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് KSRTC ഓർഡിനറി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുമെന്നതായിരുന്നു. കൂടാതെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും.
എല്ലാ വീട്ടമ്മമാർക്കും പ്രതിമാസം നിശ്ചയ തുക ധനസഹായം നൽകും. യുവാക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം, കാർഷിക കടം എഴുതിത്തള്ളൽ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു. സർക്കാർ നിലവിൽ വരുന്നതോടുകൂടി ഈ ഗ്യാരണ്ടികൾ ഈ മുൻഗണനാ ക്രമത്തിൽ നടപ്പിലാക്കാനാണ് കോൺഗ്രസിന് ലക്ഷ്യമിടുന്നത്. സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ കിലോമീറ്റർ പരിധി നിശ്ചയിക്കണമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. അയൽ സംസ്ഥാനമായ കർണാടകയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ ശക്തി പദ്ധതിയുടെ മാതൃകയിലായിരിക്കും കേരളത്തിലും ഇത് അവതരിപ്പിക്കുക. ഓർഡിനറി സിറ്റി സർവീസുകളിൽ മാത്രമായിരിക്കും തുടക്കത്തിൽ ഇളവ് നൽകുക എന്നാണ് സൂചന. ഇതോടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടാമെന്നും ഭരണവിരുദ്ധ വികാരത്തെ അതിജീവിക്കാമെന്നും UDF കണക്കുകൂട്ടുന്നുണ്ട്. എന്നാൽ ആവേശകരമായ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കേരളത്തിന്റെ ഖജനാവ് പ്രാപ്തമാണോ എന്ന ചോദ്യവും വലിയ വെല്ലുവിളിയായി ഉയരുന്നുണ്ട്. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ഈ വർഷം ഡിസംബർ വരെ പൊതുവിപണിയിൽ നിന്ന് 23,000 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 6,500 കോടി രൂപ കുറവാണ്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ശമ്പളം, പെൻഷൻ എന്നിവ നൽകുന്നതിനായി വരുന്ന ചൊവ്വാഴ്ച 2,800 കോടി രൂപ കടമെടുക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കുക എന്നത് ഖജനാവിന് വലിയ ബാധ്യതയാകും. നിലവിൽ 1,600 രൂപയായിരുന്ന പെൻഷൻ 3,000 ആകുമ്പോൾ പ്രതിമാസം ഏകദേശം 1,680 കോടി രൂപ അധികമായി കണ്ടെത്തേണ്ടി വരും. മുൻ സർക്കാർ ഖജനാവ് കട്ടുമുടിച്ചാണ് പോയത് എന്ന UDF ആരോപണം നിലനിൽക്കെ കാലിയായ ഖജനാവ് വെച്ച ഇത്രയും വലിയ സാമ്പത്തിക ഭാരം എങ്ങനെ സർക്കാർ താങ്ങുമെന്നത് കണ്ടറിയണം. ക്ഷേമ പദ്ധതികൾക്കായി കൂടുതൽ പണം കണ്ടെത്തിയതിന് കടുത്ത നിയന്ത്രണങ്ങളും വരുമാന വർധനവ് മാർഗങ്ങളും തേടേണ്ടി വരും. KSRTCയുടെ സാമ്പത്തിക സ്ഥിതിയും പരിതാപകരം തന്നെയാണ്. ഡീസൽ അടിക്കാൻ പോലും പണമില്ലാതെ സർവീസുകൾ മുടങ്ങുന്ന സാഹചര്യത്തിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത്. ഇതിലൂടെ ഉണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ സബ്സിഡിയായി നൽകില്ല എങ്കിൽ KSRTC കൂടുതൽ പ്രതിസന്ധിയിലാകും. ജെൻഡർ ടിക്കറ്റ് സംവിധാനം വഴി യാത്രക്കാരുടെ കൃത്യമായ കണക്ക് ശേഖരിക്കുന്നത് സബ്സിഡി തുക നിശ്ചയിക്കാൻ സർക്കാരിനെ സഹായിക്കും. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുന്നത് വഴി ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കുമെന്നും ഇത് വിപണിയിൽ ഉണർവുണ്ടാകുമെന്നുമാണ് സാമ്പത്തിക വിദഗ്ധരുടെ സഹായത്തോടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. കർണാടകയിലും തെലങ്കാനയിലും ഈ പരീക്ഷണങ്ങൾ ഫലം കണ്ടു എന്നതും നേതൃത്വത്തിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പുതിയ സർക്കാരിന്റെ ആദ്യ മാസങ്ങൾ സാമ്പത്തികമായി കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. കേന്ദ്രത്തിന്റെ വായ്പാ പരിധി കുറഞ്ഞതും നികുതി വരുമാനത്തിലെ കുറവും പദ്ധതികളെ ബാധിച്ചേക്കാം. എന്നാൽ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കി ജനപ്രീതി നേടുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിനാണ് ഇപ്പോൾ UDF മുൻഗണന നൽകുന്നത്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹരിച്ച് സർക്കാർ സുഗമമായി മുന്നോട്ട് പോകയാൽ മാത്രമേ ഈ പദ്ധതികൾ കൃത്യതയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കൂ. ചുരുക്കത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും തമ്മിലുള്ള വലിയൊരു ബാലൻസിംഗ് ആക്ടിനായിരിക്കും വരും ദിവസങ്ങളിൽ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുക.